പാടത്തേക്കുള്ള 4-വരി പാതയുടെ നിർമ്മാണം ഡിസംബർ മധ്യത്തോടെ പൂർത്തിയാക്കുമെന്ന് കരാറുകാരായ സോമ കൺസ്ട്രക്ഷൻസ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന കമ്പനി ഏറ്റെടുത്ത ജോലികളിൽ ഏറ്റവും ദുർഘടമായതായിരുന്നു കണ്ടെയ്നർ റോഡിന്റെ നിർമ്മാണമെന്നും സോമയുടെ അമരക്കാർ പറഞ്ഞു. അതേസമയം വർഷങ്ങൾക്ക് ശേഷം കൊച്ചിക്ക് കിട്ടിയ പുതിയ പാതയിൽ വാഹനങ്ങൾ കുതിച്ചു പായുകയാണ്. ഏറെക്കാലം കൂടി നഗരത്തിന് ലഭിക്കുന്ന പുതിയ റോഡ് നഗരത്തിനകത്തുകൂടി അല്ലെങ്കിൽ കൂടി നഗരവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണിത്. കളമശ്ശേരിയിൽ തുടങ്ങി വല്ലാർപാടത്ത് അവസാനിക്കുന്നു. 18.2 കിലോമീറ്ററാണ് പാതയുടെ നീളം. 571 കോടിയാണ് മുതൽ മുടക്ക്. 2 വരിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഡിസംബറോടെ 4 വരി പൂർത്തിയാക്കുകയാണ് കരാറുകാരായ സോമയുടെ ലക്ഷ്യം. ഞങ്ങൾ ലോഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലോഡിംഗിന്റെ സമയം പരിധികളുണ്ട്. ആ 2 സ്റ്റേജായിട്ടാണ് ലോഡിംഗ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിങ് കഴിഞ്ഞാൽ 6 മാസം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വേണം രണ്ടാമത്തെ സ്റ്റേജിങ് ചെയ്യാൻ. തൃശൂർ കോടന്നൂർ സ്വദേശിയായ സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ടെയ്നർ പാതയുടെ നിർമ്മാണം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സോമ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയതായിരുന്നു വല്ലാർപാടം റോഡിന്റെ നിർമ്മാണം. കരിങ്കല്ല് കിട്ടാൻ വൈകിയതും യൂണിയൻ പ്രശ്നങ്ങളും നാട്ടുകാരുടെ എതിർപ്പുകളുമെല്ലാം നേരിടേണ്ടി വന്നു. കോടിക്കണക്കിന് രൂപ വില വരുന്ന വാഹനങ്ങളും അത്യാധുനിക യന്ത്രങ്ങളുമാണ് വല്ലാർപാടം റോഡിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. തുടക്കത്തിലെ കമ്പനിക്ക് വളരെ ഒരു ഡൌട്ട് ഉണ്ടായിരുന്നു, ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ശരിയായിട്ടുള്ളൊരു ടീം വർക്കും പിന്നെ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം കമ്പനിക്കും ഫുൾ കോൺഫിഡൻസ് ആയി. കൊച്ചിയിലെ തന്റെ ദൌത്യം പൂർത്തിയാക്കി സോമയുടെ കേരളത്തിലെ അമരക്കാരനായ സുരേഷ് ചെന്നൈയിലേക്ക് പോവുകയാണ്. അവിടെ റിംഗ് റോഡിന്റെ നിർമ്മാണ ചുമതലയാണുള്ളത്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ആരെയും മോഹിപ്പിക്കുന്ന 2 വരി പാത സജ്ജമാക്കിയ അഭിമാനത്തിലാണ് സോമയുടെ അമരക്കാർ. ഒപ്പം മികച്ചൊരു റോഡ് കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് കൊച്ചി.